പോമഡോറോ ടെക്നിക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. പോമഡോറോ എന്ന ഇറ്റാലിയൻ വേർഡാണ്, തക്കാളിക്കുള്ള പേരാണത്. ഇറ്റലിയിൽ ഈ ക്ലോക്കുകൾ ഉണ്ടായിരുന്നു തക്കാളിയുടെ ഷേപ്പിൽ, നമ്മൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ക്ലോക്ക് ഉപയോഗിച്ച് ഒരു ടൈം മാനേജ്മെൻറ്റ് മെത്തേഡ് ഒരുത്തൻ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾക്കെല്ലാം കാര്യങ്ങൾ നീട്ടി വയ്ക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കും, പ്രൊക്കാസ്റ്റിനേഷൻ എന്നൊക്കെ പറയുന്നത്. അത് കളയാനുള്ളൊരു മാർഗ്ഗമാണ് പോമഡോറോ ടെക്നിക്ക്. നമുക്ക് 25 മിനിറ്റ് നേരത്തേക്ക് ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നതും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ 25 മിനിറ്റ് നേരത്തേക്ക് ഒരു ജോലി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരുപാട് സമയം വീഡിയോസ് യൂട്യൂബൊക്കെ കണ്ട് ചിലവഴിക്കുന്നൊരു വ്യക്തിയാണെന്ന് കരുതുക. നിങ്ങൾ ടൈമർ ഓൺ ചെയ്താൽ 25 മിനിറ്റ് നേരം കഴിഞ്ഞാൽ അത് ബീപ്പടിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓക്കെ 25 മിനിറ്റ് വേസ്റ്റായി കഴിഞ്ഞു, നിർത്താം, വേറെ എന്തൊക്കെയെങ്കിലും തിരിയാം. 5 മിനിറ്റ് നേരം ബ്രേക്ക് എടുക്കുക, സ്ക്രീനുകളൊന്നും നോക്കാതിരിക്കുക, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മാറി നിൽക്കുക. വേണമെങ്കിൽ 2 പുഷപ്പ് അടിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും 25 മിനിറ്റ് നേരം വേറൊരു ജോലി എടുത്തുകൊണ്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ യൂട്യൂബ് കണ്ടു കഴിഞ്ഞു, ഇനി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലി അത് ചിലപ്പം 2-3 മണിക്കൂർ ചെയ്യാനുള്ളതായിരിക്കും, പക്ഷേ നമ്മളത് 25 മിനിറ്റ് മാത്രം ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ 25 മിനിറ്റ് നേരത്തിൽ ലോകത്ത് എന്തോ സംഭവിച്ചോട്ടെ, ഫോണുകൾ വരാം, വാട്സപ്പ് നോക്കേണ്ട ആവശ്യമില്ല, ആരെങ്കിലും വിളിച്ചാൽ അറ്റൻഡ് ചെയ്യേണ്ട, അവരോട് പറയാം വെയിറ്റ് ചെയ്യട്ടെ അപ്പോൾ വരാമെന്ന് പറയാം. ഇപ്പോൾ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ്, ഒന്ന് കടയിൽ പോയി സാധനം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ പറയാം ഇതാ വരുന്നു കേട്ടോ, ഒരു 10 മിനിറ്റ് നേരം എന്ന് പറഞ്ഞിട്ട് 25 മിനിറ്റ് നേരം നിങ്ങൾ ടോട്ടലി ബ്ലോക്ക് ആക്കുക. അതിന് വേണമെങ്കിൽ ഫോണെല്ലാം നമ്മൾ എയർലൈൻ മോഡിലേക്ക് മാറ്റാം. ഇനി അത്ര ഒന്നുമില്ലെങ്കിൽ തന്നെ 25 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഇവിടുന്ന് അനങ്ങുന്നില്ല, ഈ ജോലി 25 മിനിറ്റേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന ദൃഢമായിട്ടുള്ള നിശ്ചയത്തോടെ 25 മിനിറ്റ് ഇതിലേക്കായി മാറ്റി വയ്ക്കാം. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് നേരം ബ്രേക്ക് ചെയ്യുക. അങ്ങനെ 4-5 ആവർത്തി ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മളൊരു ലോങ് ബ്രേക്ക് ചെയ്യുക. അതായത് 4 ആവർത്തി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം 2 മണിക്കൂറാവും. 2 മണിക്കൂറിന് ശേഷം പിന്നെ ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ ബ്രേക്ക് എടുക്കുക, എന്നിട്ട് പിന്നെയും റീസെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്കൊരു ദിവസം ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ മൈൻഡ് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 25 മിനിറ്റ് നേരം ഡിസ്ട്രാക്ഷനൊന്നും ഇല്ലാതെ ഇത് ചെയ്യാമെന്നുള്ള തോന്നൽ. 25 മിനിറ്റ് എന്നുള്ളതൊരു ഡെഫിനറ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾക്കത് ഇനി ഇതെങ്ങനെ എത്ര ചെയ്യുക, എത്ര നേരം ഇതിരിക്കണം എന്നുള്ളതുകൊണ്ട് മാറ്റി വയ്ക്കാനുള്ള തോന്നലുണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു എക്സാമിന് പഠിക്കുന്ന ഒരു കുട്ടി, ഒരുപാട് പഠിക്കാനുണ്ട്, ഹിന്ദിയാണ് എനിക്കിഷ്ടമല്ല, ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുക എന്ന് കരുതുക. അത് നമ്മൾ കരുതുക 25 മിനിറ്റ്, ചിലപ്പോൾ ഒരു ലെസൻ്റെ പകുതിയെ പഠിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ലെസനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. 25 മിനിറ്റ് നേരം പഠിക്കുക, എടുത്തു വയ്ക്കുക. പിന്നെ ഹിന്ദിയിലേക്ക് പോകണ്ട, വേറെ ഏതെങ്കിലും കളിക്കാൻ പോവാം, യൂട്യൂബ് കാണാം, വേറെ എന്തെങ്കിലും 25 മിനിറ്റിലേക്ക്. അങ്ങനെ ടൈം നമ്മൾ ബ്രേക്ക് ചെയ്ത് ബോക്സ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണിത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഒരു പോമോഡോറോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഒരുപാട് മെനുകളൊന്നുമില്ല. നമ്മൾ സെലക്ട് ചെയ്യുക എന്ത് ടൈമറാണ് വേണ്ടത്, ബ്രേക്കാണോ എടുക്കുന്നത്, ലോങ് ബ്രേക്കാണോ എടുക്കുന്നത്, അതോ 25 മിനിറ്റ് നേരം വർക്ക് ചെയ്യണോ. 25 മിനിറ്റ് നേരം വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്മേൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. 25 മിനിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ബീപ്പ് അടിക്കും. അപ്പോൾ നമ്മൾ നിർത്തുക. ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തതിൻ്റെ പിന്നെ 5 മിനിറ്റ് അത് നമ്മളുടെ ബ്രേക്കിൻ്റെ ടൈമർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. 5 മിനിറ്റ് ബ്രേക്ക് സമയത്ത് കഴിയുമ്പോൾ പിന്നെയും ബീപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചായ കുടിക്കുകയാണെന്നോ 2 എക്സസൈസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആരെയും ഫോണിൽ വിളിക്കുകയാണെന്നോ, അത് കഴിഞ്ഞാൽ രണ്ടാമത് ബീപ്പ് ചെയ്യുമ്പോൾ അടുത്ത 25 മിനിറ്റിൻ്റെ സെഷനിലേക്ക് കയറുക. അത് എന്തായാലും ട്രൈ ചെയ്യണം. ഓക്കെ, വെള്ളക്കരടികളെ കണ്ടിട്ടുണ്ടല്ലോ, പോളാർ ബെയറുകൾ, അവയ്ക്ക് വംശനാശം വന്നുകൊണ്ടിരിക്കുന്നു. കാരണം
ആർട്ടിക് റീജിയനിലുള്ള മഞ്ഞുരുക്കാണ്. അവർ നശിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ല. ഇതിനെതിരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ സഹകരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ലൈക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് കൊടുക്കാൻ പറ്റും. ഇതുകൊണ്ട് പോളാർ ബെയറിന് എന്താ ഗുണമെന്നല്ലേ? പോളാർ ബെയർ ഹാപ്പിയും. പോളാർ ബെയറിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അവരുടെ അന്ത്യാഭിലാഷങ്ങളിൽപ്പെട്ട ഒന്നാണ്. അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തെങ്കിലും അവർക്ക് ഇത്തിരി സന്തോഷം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഒരിച്ചിരി ഫണ്ണാവാല്ലേ? ഞാൻ നിങ്ങളോടൊരു കണക്ക് ചോദിക്കാം. കുസൃതി കണക്കൊന്നുമല്ല കേട്ടോ, ശരിക്കുള്ള കണക്കാണ്. ഞാനൊരു ഹോട്ടലിൽ കയറി. ഞാൻ പൊറോട്ടയും ബീഫും അടിച്ചു. ഒരു സെറ്റ് പൊറോട്ടയും ബീഫും കൂടി ഹോട്ടലിൽ 110 രൂപ ബില്ല് വന്നു. അപ്പം ഞാൻ കൗണ്ടറിൽ പോയിട്ട് പൊറോട്ടയ്ക്ക് എന്താ വില, ബീഫിന് എന്താ വില എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഇതിന് രണ്ടിനും കൂടിയുള്ള വില വ്യത്യാസം 100 രൂപയാണ്. അതായത് പൊറോട്ടയും ബീഫും തമ്മിലുള്ള വില വ്യത്യാസം 100 രൂപയാണ്. അപ്പോൾ പൊറോട്ടയ്ക്ക് എന്താ വില, ബീഫിന് എന്താ വില? കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ട കണക്കാണ് കേട്ടോ. ഒറ്റയടിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ശരിയാവണമെന്നില്ല. ഉത്തരം കമൻറ്റിൽ എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.